ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ വുഡൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്ററാണ്. സോ ബിഫോർ മൂവിങ് ടു ദ ചാപ്റ്റർ, നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ ഫോർ മോർ വീഡിയോസ്. സോ ദ വുഡൻ കപ്പ്, ഇറ്റാലിയൻ ഓതർ ആൻഡ് പ്രൊഫസർ ആയിട്ടുള്ള ഡൊമിനിക് വിറ്റോറിനെയാണ് ദ വുഡൻ കപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ എഴുതിയിട്ടുള്ളത്. സോ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ദ വുഡൻ കപ്പ്. വൺസ് അപ്പോൺ എ ടൈം ഇൻ ഫാർ ഓഫ് ഇറ്റലി ദർ വാസ് എ ലിറ്റിൽ ബോയ് ഹൂസ് നെയിം വാസ് റോബർട്ടിനോ. ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് ഇറ്റലിയിൽ റോബർട്ടിനോ എന്ന് പേരുള്ള ഒരു ലിറ്റിൽ ബോയ് ഉണ്ടായിരുന്നു. ഹി ലവ്ഡ് ഹിസ് ഗ്രാൻഡ് ഫാദർ വെരി മച്ച്. ആ ഒരു കുട്ടി തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. ദ ലിറ്റിൽ ബോയ് ആൻഡ് ദ ഓൾഡ് മാൻ വർ ഗുഡ് ഫ്രണ്ട്സ്. ആ ഒരു റോബർട്ടിനോയും പിന്നെ ആ ഒരു ഓൾഡ് മാനും, അതായത് ഹിസ് ഗ്രാൻഡ് ഫാദറും വർ ഗുഡ് ഫ്രണ്ട്സ്, നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. ദേ സ്പെൻഡ് മച്ച് ടൈം ടുഗെദർ. അവർ ഒരുപാട് സമയം ഒരുമിച്ച് ചെലവഴിച്ചിരുന്നു. Robertino loved to sit on his grandfather's knee and listen to the stories he told him. റോബർട്ടിനോയ്ക്ക് തൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ മുട്ടിൽ ഇരുന്നിട്ട് ഗ്രാൻഡ് ഫാദർ പറയുന്ന കഥകൾ കേൾക്കാനും വളരെയധികം ഇഷ്ടമായിരുന്നു. ഗ്രാൻഡ് ഫാദർ വാസ് എ വണ്ടർഫുൾ സ്റ്റോറി ടെല്ലർ. മുത്തച്ഛൻ എന്തായിരുന്നു? വളരെ നല്ലൊരു വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലർ ആയിരുന്നു. ആൻഡ് the stories he told, fairy tales and exciting hunting stories like the one in which grandfather himself had once caught an eagle. എന്തൊക്കെ സ്റ്റോറീസ് ആയിരുന്നു നമ്മുടെ ഗ്രാൻഡ് ഫാദർ പറയുക? ഫാരി ടെയിൽസ്, അതായത് നമ്മുടെ ഈ ഈ ഒരു പ്രേതങ്ങളെയോ അല്ലെങ്കിൽ ഫാൻറ്റസി ആയിട്ടുള്ള ടെയിൽസ് പറയാറുണ്ടായിരുന്നു, കഥകൾ പറയാറുണ്ടായിരുന്നു. പിന്നെ ഹണ്ടിങ് സ്റ്റോറീസ് ഉണ്ട്. അതിലൊരു തവണ ഈ ഒരു ഈഗിളിനെ ഗ്രാൻഡ് ഫാദർ ക്യാച്ച് ചെയ്ത അല്ലെങ്കിൽ കോട്ട് ചെയ്ത കഥകളും കൂടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും റോബർട്ടിനോയ്ക്ക്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഗ്രാൻഡ് പാരൻസൊക്കെ നമുക്ക് ഒരുപാട് കഥകൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരിക്കും അല്ലേ ചെറുപ്പത്തിൽ. പക്ഷേ ഈ ഒരു ജനറേഷനിൽ അങ്ങനത്തെ സ്റ്റോറി ടെല്ലിങ് ഗ്രാൻഡ് പാരൻസിനെയും ഗ്രാൻഡ് ചൈൽഡിനെയൊക്കെ നമ്മൾ മിസ്സായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഈ ഒരു സ്റ്റോറിയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ തരത്തിൽ നല്ലൊരു സ്ട്രോങ് ബോണ്ടുള്ള ഒരു ഗ്രാൻഡ് പാരൻറ്റിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു സ്റ്റോറിയാണ്. ദർ വാസ് എ സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ബിറ്റ്വീൻ ദ ടു. ആ ഒരു ഗ്രാൻഡ് ഫാദറിനും റോബർട്ടിനോൻ്റെ ഇടയിൽ ഒരു സ്ട്രോങ് ബോണ്ട് ഓഫ് ലവ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഗ്രാൻഡ് ഫാദർ ഹാഡ് കം ടു ലിവ് വിത്ത് റോബർട്ടിനോസ് പാരൻസ് വെൻ ഗ്രാൻഡ് മദർ ഡൈഡ് 3 years ബിഫോർ. അപ്പോൾ 3 വർഷം മുമ്പ് ഗ്രാൻഡ് മദർ മരിച്ചതിന് ശേഷമാണ് റോബർട്ടിനോൻ്റെ പാരൻസിൻ്റെ കൂടെ നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദറും കൂടെ താമസിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. റോബർട്ടിനോസ് മദർ ഡിഡ് നോട്ട് അണ്ടർസ്റ്റാൻഡ് ദ ലോൺലിനെസ് ഓഫ് ദ ഓൾഡ് മാൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു വയസ്സായിട്ടുള്ള ആളുകളുടെ ലോൺലിനെസ്, അതായത് ഏകാന്തതയെ പറ്റിയിട്ടൊന്നും നമ്മുടെ ഈ റോബർട്ടിനോൻ്റെ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. Sometimes she was very impatient with him, especially on those days when his hands shook and he would drop what he was holding. അപ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ റോബർട്ടിനോൻ്റെ അമ്മ വളരെ ഇംപേഷ്യൻ്റാണ്. ഇംപേഷ്യൻ്റ് എന്ന് വെച്ചാൽ ഒട്ടും ക്ഷമയില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ നമ്മുടെ റോബർട്ടിനോൻ്റെ അമ്മ ചില സമയത്ത് ഒട്ടും ക്ഷമയില്ലാത്ത അല്ലെങ്കിൽ രീതിയിലാണ് നമ്മുടെ റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പെരുമാറുന്നത്. എസ്പെഷ്യലി പ്രത്യേകിച്ചും റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദർ കയ്യിലുള്ള എന്തെങ്കിലും സാധനം താഴെട്ടിട്ട് പൊട്ടിക്കുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ക്ഷമയില്ലാതെ ദേഷ്യപ്പെട്ടിട്ട് നമ്മുടെ റോബർട്ടിനോൻ്റെ അമ്മ റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദറിനോട് പെരുമാറിയിട്ടുള്ളത്. സോ നമുക്കിനി തേർഡ് പാരഗ്രാഫ് നോക്കാം. One night at dinner, grandfather lifted his cup to drink his coffee. His poor old hand shook so much that the coffee spilled on the clean white tablecloth. എന്താ സംഭവിച്ചത്? നമുക്കറിയാമല്ലേ, നമ്മുടെ റോബർട്ടിനോൻ്റെ അച്ചാച്ചന് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിന് വയസ്സായ ഒരാളാണ്. അദ്ദേഹത്തിന് കയ്യിൽ എന്തെടുത്താലും ഇങ്ങനെ വിറച്ചിട്ട് ആ ഒരു സാധനം താഴെ വീണു പോകുന്ന ഒരു അവസ്ഥയാണ് ആ ഒരവസ്ഥയിലൂടെയാണ് അദ്ദേഹം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു രാത്രി എന്ത് സംഭവിച്ചു? ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്തെടുത്തു? ഒരു കപ്പ് ഓഫ് കോഫി എടുത്തു. എന്തിനു വേണ്ടിയിട്ട് എടുത്തത്? കുടിക്കാൻ വേണ്ടി എടുത്തു. അപ്പോഴെന്ത് സംഭവിച്ചു? അദ്ദേഹത്തിൻ്റെ
എന്താണ് ഓൾഡ് ഹാൻഡ്സിൽ നിന്ന് എന്താണ് ആ വിറച്ചിട്ട് ആ ഒരു കോഫി എന്താണ് തുളുമ്പിപ്പോയി. എന്നിട്ട് എവിടേക്ക് വീണു? ഒരു വൈറ്റ് ടേബിൾ ക്ലോത്തിലേക്ക് വീണു. സ്പില്ലായി എന്ന് വെച്ചാൽ തുളുമ്പി വീണു. The cup falling from his hands broke into many pieces. അപ്പോൾ എന്ത് പറ്റി? ഒരു കപ്പ് എന്തായി? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണിട്ട് ഒരുപാട് കഷ്ണങ്ങളായിട്ട് പൊട്ടിപ്പോയി. റോബർട്ടിനോസ് മദർ സ്പോക്ക് ആംഗ്രിലി ടു ദ ഓൾഡ് മാൻ. എന്നിട്ടോ റോബർട്ടിനോൻ്റെ അമ്മ വളരെ ദേഷ്യത്തിൽ ആ ഒരു വൃദ്ധനോട് സംസാരിച്ചു. Grandfather never said a word in reply, but only looked at her with sadness in his eyes. പക്ഷേയോ ഗ്രാൻഡ് ഫാദർ ഇതിന് മറുപടിയായിട്ട് ഒരു അക്ഷരം പോലും പറഞ്ഞില്ല. പകരം അദ്ദേഹം എന്താണ് വളരെ സാഡ്നെസ്സോടുകൂടി റോബർട്ടിനോൻ്റെ അമ്മയെ നോക്കി. റോബർട്ടിനോ വാസ് ഓൾസോ വെരി അൺഹാപ്പി. പക്ഷെ നമ്മുടെ റോബർട്ടിനോ എന്തായിരുന്നു? സാഡായിരുന്നു, അൺഹാപ്പി ആയിരുന്നു. എന്നിട്ട് റോബർട്ടിനോ എന്ത് പറഞ്ഞു? പുവർ ഡിയർ ഗ്രാൻഡ് ഫാദർ. എന്താണ് പുവർ, പാവം എൻ്റെ അച്ഛച്ചെന്ന് ആര് പറഞ്ഞു? നമ്മുടെ ഈ റോബർട്ടിനോ സ്വയം ഇങ്ങനെ പറയാണ്. ഇനി നമുക്ക് 4th പാരഗ്രാഫ് നോക്കാം. After that, grandfather had to eat all alone at the little table in the kitchen. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? അതിനുശേഷം ഗ്രാൻഡ് ഫാദർ ഒറ്റയ്ക്ക് ആ ഒരു കിച്ചണിൽ ഒരു കുഞ്ഞ് ടേബിളിൽ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഈ ഒരു കപ്പ് പൊട്ടിച്ചതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻ്റ് അവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്താണ്? റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദർ കിച്ചണിലുള്ള ടേബിളിൽ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. There was sadness in his eyes when he heard about this new arrangement. ഈ ഒരു പുതിയ അറേഞ്ച്മെൻറ്റിനെ പറ്റി കേട്ടപ്പോൾ തന്നെ റോബർട്ടിനോൻ്റെ ഗ്രാൻഡ് ഫാദറിന് എന്ത് തോന്നി? സാഡ്നെസ് തോന്നി, വളരെയധികം ദുഃഖം തോന്നി. There was sadness in the gentle smile he gave his grandchild. തൻ്റെ ഗ്രാൻഡ് ചൈൽഡ് ആയിട്ടുള്ള റോബർട്ടിനോട് നോക്കി ചിരിച്ചപ്പോൾ പോലും എന്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു? ആ ഒരു സാഡ്നെസ് ഉണ്ടായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കില്ലേ, ഈ ഒരു ഓൾഡ് ഏജിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മക്കൾ അതുപോലെ മരുമകളൊക്കെ ഇങ്ങനത്തെ ക്രുവാലിറ്റി കാണിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എത്രത്തോളം അത് വേദനാജനകമായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് കേട്ടോ. ആക്ച്വലി അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതാണോ? അല്ല, അദ്ദേഹത്തിൻ്റെ പ്രായമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോ സാധനം വീണ് പോകുന്നത്. അതിന് അദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. സോ നമുക്ക് ബാക്കി നോക്കാം. Then as soon as Robertino finished his dinner, he would run into the kitchen to be with the old man he loved so much. അപ്പോൾ എന്താണ്? റോബർട്ടിനോ പെട്ടെന്ന് തന്നെ ഡിന്നറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? തൻ്റെ ഗ്രാൻഡ് ഫാദറിനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോകും. And the kitchen became a beautiful land where there was no pain and no sadness. സോ കിച്ചൺ എന്തായി മാറി? ഒരു ബ്യൂട്ടിഫുൾ ലാൻഡായി മാറി. അവിടെ എന്താണുള്ളത്? അവിടെ എന്താണ്? ഒരു പെയിനോ അല്ലെങ്കിൽ ഒരു സങ്കടമോ ഇല്ലാത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ലാൻഡായി മാറി. എന്ത്? കിച്ചൺ. There the old man and the little child could move about happily hand in hand. അവിടെ എന്താണ്? ആ കിച്ചണിൽ എന്താണ്? ഈ ഒരു ലിറ്റിൽ ബോയ്ക്കും ഈ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഇടയിൽ എന്താണ്? ഒരു തടസ്സങ്ങളോ റെസ്ട്രിക്ഷൻസോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അവിടെ ഈ ഒരു കൊച്ചുമോനും അച്ചച്ചനും ഒരുമിച്ച് സന്തോഷത്തോടു കൂടെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് കൈയൊക്കെ പിടിച്ച് കഥകളൊക്കെ പറഞ്ഞിങ്ങനെ ലിവ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അടുത്ത പാരഗ്രാഫ് നോക്കാം. ടൈം വെൻറ്റ് ഓൺ. അപ്പോൾ എന്താണ്? സമയം ഇങ്ങനെ കാലം ഇങ്ങനെ കടന്നുപോയി. ഗ്രാൻഡ് ഫാദർ ഗ്രൂ ഓൾഡർ ആൻഡ് വീക്കർ. അപ്പോൾ എന്താണ്? നമ്മുടെ ഈ ഗ്രാൻഡ് ഫാദറിന് എന്തായി? കുറച്ചും കൂടെ പ്രായമായി, കുറച്ചും കൂടെ എന്തായി? വയ്യാതെയായി. ഹിസ് ഹാൻഡ് ഷുക്ക് മോർ ആൻഡ് മോർ. പിന്നെയോ അദ്ദേഹത്തിൻ്റെ കൈകൾ വീണ്ടും നന്നായിട്ട് ഇതിന് മുമ്പത്തേനെക്കാട്ടിൽ ഒരുപാട് എന്താണ്? കുറച്ചും കൂടെ അധികമായിട്ട് വിറയ്ക്കാൻ വേണ്ടി തുടങ്ങി. വൺ നൈറ്റ് ആസ് ഷീ സാറ്റ് ഓൾ alone in the kitchen, his hand shook and he dropped his cup of soup. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു രാത്രി അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ കിച്ചണിലാണല്ലോ ഇരിക്കുക. അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു സൂപ്പ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സൂപ്പിൻ്റെ കപ്പ് എന്താണ്? അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണു. അപ്പോൾ എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, അദ്ദേഹത്തിന് എന്താണ്? ഷിവറിങ് പ്രോബ്ലം അല്ലെങ്കിൽ ആ ഒരു വിറയലുണ്ട്. സോ അത് കാരണമാണ് കപ്പ് ഓഫ് സൂപ്പ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയത്. ബാക്കി നോക്കാം. ദ കപ്പ് ബ്രോക്ക് ഇൻ ടു മെനി പീസസ്. അപ്പോൾ കപ്പോ ഇങ്ങനെ
ഒരുപാട് കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി. റോബർട്ടിനോസ് പാരൻസ് റഷ് ടു ദ കിച്ചൺ ആൻഡ് സോ ദ സ്പിൽഡ് സൂപ്പ് ഓൺ ദ ക്ലീൻ ഫ്ലോർ. എന്താണ് നമ്മുടെ റോബർട്ടിനോൻ്റെ അച്ഛനും അമ്മയും എന്താണ് കിച്ചണിലോട്ട് പെട്ടെന്ന് തന്നെ ഓടിയെത്തി. റഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഓടിയെത്തുന്നതിനാണ് പറയുന്നത്. അപ്പോൾ എന്താ കാണുന്നത്, നിലത്തൊക്കെ എന്താണ് ഈ ഒരു സൂപ്പ് ഇങ്ങനെ തൂവിക്കിടക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. റോബർട്ടിനോ വാസ് അപ്സെറ്റ്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് നമ്മുടെ റോബർട്ടിനോ ആകെ സങ്കടത്തിലാണ്. ഹിസ് മദർ സ്പോക്ക് മോർ ആംഗ്രിലി ദാൻ ഷീ ഹാഡ് എവർ ഡൺ ബിഫോർ. അപ്പോൾ ഇതിന് മുമ്പ് സംസാരിച്ചതിനെക്കാട്ടിലും ഒരുപാട് ദേഷ്യത്തോടെയാണ് അമ്മ ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിനോട് സംസാരിക്കുന്നത്. ദ ഓൺലി തിങ് ടു ഡു ഷീ സെറ്റ് വാസ് ടു ഗിവ് ദ ഓൾഡ് മാൻ എ വുഡൻ കപ്പ്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് സൊല്യൂഷനായിട്ട് നമ്മുടെ ഈ റോബർട്ടിനോൻ്റെ അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അത് ഇതാണ്, എന്താണ് ഈ ഒരു ഓൾഡ് മാനെ, അതായത് ഈ വൃദ്ധനായിട്ടുള്ള ആൾക്ക് എന്ത് കൊടുക്കുക, വുഡൻ കപ്പ് കൊടുക്കുക. എന്താ വുഡൻ കപ്പിൻ്റെ പ്രത്യേകത? താഴത്ത് വീണാൽ പൊട്ടുമോ? ഇല്ല അല്ലേ. നമ്മുടെ സാധാരണ കപ്പ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ വുഡൻ കപ്പ് താഴത്ത് വീണാലും എന്താണ് പൊട്ടിപ്പോവില്ല. സാധാരണ ഒരു കപ്പ് ഒന്ന് ഡ്രോപ്പ് ചെയ്ത് നോക്കിയാൽ എന്താ പീസസ് ആയിട്ട് ചത്തറിപ്പോവും അല്ലേ. ആ ഒരു പ്രോബ്ലം നമ്മുടെ ഈ ഒരു വുഡൻ കപ്പിന് വരില്ല. ബാക്കി നോക്കാം. ഷീ ഡിഡിൻ വാണ്ട് ഹർ ഡിഷസ് ബ്രോക്കൺ ജസ്റ്റ് ബിക്കോസ് ഹീ ഹാഡ് ബിക്കം സോ കെയർലെസ്. അപ്പോൾ അമ്മയ്ക്ക് എന്താണ് തൻ്റെ ഈ ഒരു ഗ്രാൻഡ് പാരൻറ്റ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദറിൻ്റെ കെയർലെസ്നെസ്സും കൊണ്ട് എന്താണ് തൻ്റെ ഡിഷസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാത്രങ്ങളാണ്, പാത്രങ്ങൾ പൊട്ടിക്കരുതെന്നേ ഉണ്ടായിരുന്നുള്ളൂ. സോ ഇപ്പോഴും എന്താണ് അമ്മ വിചാരിക്കുന്നത്, എന്താണ് ഈ റോബർട്ടിനോട് അമ്മ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രാൻഡ് ഫാദർ കെയർലെസ്നെസ് കൊണ്ടാണ് പാത്രങ്ങൾ താഴത്ത് വീണ് പൊട്ടിക്കുന്നതെന്നാണ് ആര് കരുതുന്നത്? ഇപ്പോഴും അമ്മ വിശ്വസിക്കുന്നത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ വയ്യായ്മ കൊണ്ടാണ്, വിറച്ചിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഈ ഒരു അമ്മ മനസ്സിലാക്കുന്നേ ഇല്ല. സോ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. Suddenly, the child went over to the fireplace where his mother had swept the pieces of the cup. അപ്പോൾ നമ്മുടെ ഈ റോബർട്ടിനോ നേരെ എന്താണ് ഫയർ പ്ലേസിലേക്ക് പോയി. അവിടെയാണ് അമ്മ എന്ത് ചെയ്തത്, നേരത്തെ പൊട്ടിയ ആ ഒരു കപ്പിൻ്റെ പീസസ് ഇല്ലേ അതൊക്കെ എന്ത് ചെയ്ത് അടിച്ചു വാരി ഒക്കെ വെച്ചിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മുടെ റോബർട്ടിന് പോവാണ്. എന്നിട്ടോ ഹി പിക്ഡ് ദ പീസസ് കെയർഫുള്ളി ആൻഡ് ബിഗെയിൻ ടു പുട്ട് ദം ടുഗെദർ. എന്നിട്ട് നമ്മുടെ റോബർട്ടിനോ ആ ഒരു പീസസ് ഇല്ല ഒക്കെ എടുത്തിട്ട് കെയർഫുള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരുമിച്ച് ചേർത്ത് വെക്കാൻ വേണ്ടി നോക്കുകയാണ്. സൂൺ ദ കപ്പ് സീം ടു ബി ഹോൾ. പെട്ടെന്ന് തന്നെ എന്താണ് ആ ഒരു കപ്പ് ഇങ്ങനെ വെച്ചപ്പോൾ തന്നെ എന്തായി, ഒരു മുഴുവനായിട്ട് തന്നെ നമ്മുടെ റോബർട്ടിനോയ്ക്ക് കിട്ടി. അതായത് ഇങ്ങനെ ചേർത്ത് വെച്ചപ്പോൾ എന്താണ് ആ കപ്പിൻ്റെ രൂപം തന്നെ കിട്ടി. Then he took a small piece of wood from the fireplace and began to chip it. എന്നിട്ട് റോബർട്ടിനോ എന്താ ചെയ്തത്, ഫയർ പ്ലേസിൻ്റെ അകത്തുനിന്ന് ഒരു ചെറിയ കഷ്ണം വുഡ് എടുത്തിട്ട് ബിഗെയിൻ ടു ചിപ്പിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ കൊത്തി മിനുസപ്പെടുത്തുക. ഈ ആശാരിമാരൊക്കെ ഇങ്ങനെ ഒരു വുഡൻ ഇങ്ങനെ കട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ നമ്മുടെ റോബർട്ടിനോ ഒരു മരം എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യണേ. എന്നിട്ടോ he kept his eyes on the earthen cup as though it were a model. അപ്പോൾ മുമ്പിൽ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കപ്പ് വെച്ചിട്ടുണ്ട്. ആ കപ്പ് നോക്കിയിട്ട് അതിനൊരു മോഡലാക്കിയിട്ട് നമ്മുടെ റോബർട്ടിനോ എന്ത് ചെയ്യാണ്, ആ ഒരു വുഡ് ഉപയോഗിച്ചിട്ട് കപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വാട്ട് ആർ യു മേക്കിംഗ്, റോബർട്ടിനോ ആസ്റ്റ് ഹിസ് മദർ ഫോൺലി. അപ്പം ഇത് കണ്ടിട്ട് റോബർട്ടിനോൻ്റെ അമ്മ ചോദിക്കുകയാണ്, എന്താണ് നീ ഉണ്ടാക്കുന്നത്? വളരെ സ്നേഹത്തോടു കൂടി ആ അമ്മ തൻ്റെ മകനോട് ചോദിക്കുകയാണ്, നീ എന്താണ് ഉണ്ടാക്കുന്നതെന്ന്. ഐ ആം മേക്കിംഗ് എ വുഡൻ കപ്പ് ഫോർ യു ടു ഹാവ് വെൻ യു ഗ്രോ ഓൾഡ്, ആൻസേർഡ് റോബർട്ടിനോ. അപ്പോൾ നമ്മുടെ റോബർട്ടിനോ എന്ത് മറുപടിയാണ് കൊടുത്തത്, ഞാനൊരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണ്. ആർക്ക് വേണ്ടി? നിങ്ങൾക്ക് വേണ്ടി, അതായത് അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട്. എന്തിനാ? നിങ്ങൾ വയസ്സാവുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വുഡൻ കപ്പ് ഉണ്ടാക്കുകയാണെന്ന് ആര് പറയാണ്? റോബർട്ടിനോ പറയാണ്. റോബർട്ടിനോസ് മദർ ആൻഡ് ഫാദർ were too ashamed to look into റോബർട്ടിനോസ് ഐസ്. അപ്പോൾ നമ്മുടെ റോബർട്ടിനോൻ്റെ അമ്മയും അച്ഛനും എന്താണ് വളരെയധികം അഷേംഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു നാണക്കേട്, ഒരുപാട് നാണക്കേട് തോന്നി. ആരെ കണ്ണിലേക്ക് നോക്കാൻ? റോബർട്ടിനോൻ്റെ കണ്ണിലേക്ക് നോക്കാൻ. അതായത് റോബർട്ടിനോൻ്റെ മുഖത്ത് നോക്കാൻ തന്നെ റോബർട്ടിനോൻ്റെ അച്ഛനും അമ്മയ്ക്ക് എന്താണ് നാണക്കേട് തോന്നി. They took grandfather's arm and led him back to the dining room and stood near him and helped him as he ate. അപ്പോൾ നമ്മുടെ റോബർട്ടിനോൻ്റെ പാരൻസ് എന്ത് ചെയ്തു, അവർ നമ്മുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൈ പിടിച്ചിട്ട് ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ടോ
എന്നിട്ട് ഈ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് നിന്നിട്ട് എന്താണ് ഫുഡ് കഴിക്കുമ്പോഴൊക്കെ എന്താണ് ഗ്രാൻഡ് ഫാദറിനെ കഴിക്കാനൊക്കെ എന്ത് ചെയ്തു, ഹെൽപ്പ് ചെയ്തു. ഫ്രം ദാറ്റ് ടൈം ഗ്രാൻഡ് ഫാദർ നെവർ എയ്റ്റ് ഓൾ അലോൺ ഇൻ ദ കിച്ചൺ. അപ്പം ആ ഒരു സമയം മുതൽ അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഗ്രാൻഡ് ഫാദർ ഒരിക്കലും എന്താണ് ഒറ്റയ്ക്ക് കിച്ചണിലിരുന്ന് ഭക്ഷണം കഴിച്ചില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ ഗ്രാൻഡ് ഫാദറിന് വന്നിട്ടില്ല. ഹി സാറ്റ് ഇൻ ഹിസ് യൂഷ്വൽ പ്ലേസ് നെക്സ്റ്റ് ടു റോബർട്ടിനോ ഇൻ ദ ഡൈനിങ് റൂം. ഈ ഒരു ഗ്രാൻഡ് ഫാദർ എന്നും ഇരിക്കുന്ന പോലെ എന്താണ് യൂഷ്വൽ പ്ലേസിൽ നമ്മുടെ റോബർട്ടിനോൻ്റെ അടുത്താണ് പിന്നീട് ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഇരുന്നിട്ടുള്ളത് ഡൈനിങ് റൂമിൽ. റോബർട്ടിനോ വാസ് ഹാപ്പി അഗെയിൻ. അപ്പോൾ എന്താണ് റോബർട്ടിനോ വീണ്ടും എന്താണ് സന്തോഷവാനായി. ഹിസ് ഗ്രാൻഡ് ഫാദർ വാസ് ലവ്ഡ് ആൻഡ് കെയർഡ് ഫോർ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഗ്രാൻഡ് ഫാദറിന് എന്താണ് ഒരുപാട് സ്നേഹവും കെയറും ഒക്കെ കിട്ടുന്നുണ്ട്. ആ ഒരു കാര്യത്തിൽ നമ്മുടെ റോബർട്ടിനോ വളരെയധികം സന്തോഷത്തിലാണ്. റോബർട്ടിനോ റിയലൈസ്ഡ് ദാറ്റ് ഹിസ് പാരൻസ് ടു വർ എക്സ്പീരിയൻസിങ് ദ ട്രൂ ഹാപ്പിനെസ് ദാറ്റ് ലവ് ആൻഡ് കൈൻഡ്നെസ് ബ്രിങ്. ഇപ്പോൾ റോബർട്ടിനോ തിരിച്ചറിയാണ്. എന്താ തിരിച്ചറിയുന്നത്? തൻ്റെ പാരൻസ് ഈ ഒരു ലവും കൈൻഡ്നെസ്സും ഒക്കെ കൊടുക്കുമ്പോൾ കിട്ടുന്ന ട്രൂ ആയിട്ടുള്ള ഹാപ്പിനെസ് അവരും എക്സ്പീരിയൻസ് ചെയ്യുന്നതായിട്ട് നമ്മുടെ റോബർട്ടിനോ തിരിച്ചറിയാണ്. സോ ഇതോടുകൂടിയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുന്നത്. വളരെ നല്ല ഒരു മെസ്സേജാണ് നമ്മുടെ ഈ ഒരു ഓതർ ഈ ഒരു ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യുന്നത്. സോ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനെ ലവ് ചെയ്യുക, കെയർ ചെയ്യുക, അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അവരുടെ അടുത്ത് നിന്ന് എന്താണ് സ്റ്റോറീസൊക്കെ കേൾക്കുക. സോ ദാറ്റ്സ് ഓൾ. സീ യു വിത്ത് അനദർ ചാപ്റ്റർ. ടിൽ ദെൻ ബൈ. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട് മീ ബൈ സബ്സ്ക്രൈബിങ്.